നമ്മുടെ A+2 ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും ഞാൻ അതിന് കൃത്യമായി നൽകിയ മറുപടികളുമൊക്കെയായിരുന്നു ഉൾപ്പെടുത്തിയ എപ്പിസോഡുകൾ. ഇന്ന് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതും നമ്മളിപ്പോൾ കാത്തിരിക്കുന്നതുമായ ഒരു വിഷയത്തിലേക്ക് വരുന്നു. അത് നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ചൊവ്വാഴ്ച മുതൽ 23-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു തുടങ്ങുകയാണ്. റേഷൻ കടകളിൽ വിതരണം ചെയ്തു തുടങ്ങുന്നു. ആ റേഷൻ കിറ്റുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ സംഭവം പറയാം. അത് നിങ്ങൾ കേട്ടിരിക്കണം. നമ്മുടെ നാട്ടിലെ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ നിങ്ങൾക്ക് ഏകദേശം ഈ ചിത്രം ഞാൻ പങ്കുവെക്കുമ്പോൾ മനസ്സിലാകും. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹവും ഞാനും ഏറെക്കാലം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിനോട് ഇടയ്ക്ക് സർവീസിലുണ്ടായിരുന്ന കാലത്ത് സംസാരിക്കുമ്പോൾ പുള്ളി റേഷൻ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച് വളരെ പുച്ഛത്തോടുകൂടി സംസാരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം റേഷൻ കടയിലെ അരി ലഭിക്കുന്ന അരിയൊക്കെ മഹാമോശമാണ്, ആരെങ്കിലും കഴിക്കുമോ, ഞങ്ങളൊക്കെ വേറെ തൊട്ടടുത്തുള്ള കടകളിൽ പോയി നല്ല ചമ്പാവരി, പുഴുക്കലരി ഇതൊക്കെ വാങ്ങും, എല്ലാം മോശമാണ്, ഗോതമ്പ് മോശമാണ്, അരി മോശമാണ് തുടങ്ങിയ വലിയ വാദഗതികളൊക്കെ അദ്ദേഹം അന്ന് എന്നോട് പങ്കുവച്ചിരുന്നു. അദ്ദേഹവും അന്ന് സർവീസിലുണ്ട്. പക്ഷേ പിന്നീട് ഈ കിറ്റുകൾ വിതരണം ചെയ്തു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ ക്യൂവിൽ ഞാൻ കണ്ടു. അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷമാണ്. അദ്ദേഹവും ഈ കിറ്റ് വാങ്ങാൻ ക്യൂവിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ റേഷൻ കടകളിൽ നിന്ന് സാധനമൊക്കെ വാങ്ങാൻ തുടങ്ങിയോ? പുള്ളി ഒന്ന് വെറുതെ ഒരു വല്ലായ്മയോടുകൂടിയുള്ള ഒരു ചിരിയാണ് പാസ്സാക്കിയത്. കുഴപ്പമില്ല, വാങ്ങിച്ച് തുടങ്ങി, ഇപ്പോൾ സാധനമൊക്കെ കൊള്ളാം കേട്ടോ എന്ന ഒരു മറുപടിയാണ് പുള്ളിയിൽ നിന്നും ഉണ്ടായത്. ഒരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ സർവീസിൽ ഇരിക്കുമ്പോൾ റേഷൻ സാധനങ്ങളോട് പുച്ഛമാവുകയും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ റേഷൻ സാധനങ്ങൾ വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതേ മാനസികാവസ്ഥയുള്ള പലരും ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ധാരാളം പേര് കിറ്റ് വാങ്ങാതെ പോയവരുണ്ട്. റേഷൻ സാധനങ്ങൾ ഇപ്പോഴും വാങ്ങാത്ത ആളുകളുണ്ട്. അവരൊക്കെ തന്നെ റേഷൻ കടകളിലേക്ക് തിരിച്ചു വന്നത് ശരിക്കും ഈ കിറ്റ് വിതരണം തുടങ്ങിയതിന് ശേഷമാണ്. എന്തൊക്കെയായാലും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കിറ്റ് വാങ്ങാൻ മറന്നു പോകാതിരിക്കുന്നതോടൊപ്പം തന്നെ റേഷൻ സാധനങ്ങൾ വാങ്ങാനും മറന്നു പോകാതിരിക്കുക. തുടർച്ചയായി 6 മാസം വരെ റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരുടെ പ്രത്യേക രീതിയിൽ തന്നെ അവരെ നോട്ട് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം റേഷൻ സാധനങ്ങൾ വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് എന്തിനാണ് റേഷൻ സാധനം അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്? അതുകൊണ്ട് അത് പലപ്പോഴും റേഷൻ കട ഉടമസ്ഥർ അത്തരം വാങ്ങാത്ത ആളുകളുടെ റേഷൻ സാധനങ്ങളൊക്കെ മുമ്പ് മാറ്റി പലതരത്തിലും പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അതൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകാം. പക്ഷേ റേഷൻ വാങ്ങണം, അത് നമ്മുടെ അവകാശമാണ്. അതൊക്കെ ഇപ്പോൾ ഒരുമാതിരി ഭേദപ്പെട്ട സാധനങ്ങൾ തന്നെ നൽകുന്നുണ്ട്, വാങ്ങാതിരിക്കരുത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഓണക്കിറ്റ്. ഓണം വരികയാണ്. 9-ാം തീയതിയാണെന്ന് തോന്നുന്നു ഏകദേശം ധാരണ. 9-ാം തീയതി നമുക്ക് തിരുവോണമായിരിക്കും. മഹത്തായ ഓണം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഓണം, നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഓണം, കുട്ടികളെല്ലാം സന്തോഷിക്കുന്ന ഓണം, നമ്മളെല്ലാവരും ജാതിമത ഭേദമന്യേ ഒരുമിക്കുന്ന ഓണം. എല്ലാവർക്കും നമ്മുടെ A+2 ചാനലിൻ്റെ ഓണാശംസകൾ ഇൻ അഡ്വാൻസ്. ആദ്യമായി മുൻകൂറായി തന്നെ ഓണാശംസകൾ നേരുന്നു. വളരെ നല്ല ഒരു ഓണമായി ഇത്തവണ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. 14 ഇന ആവശ്യ വസ്തുക്കളാണ് ഇപ്രാവശ്യം കിറ്റിലുള്ളത്. 14 ഇനം. അത് എങ്ങനെ വിതരണം ചെയ്യും, ഏതൊക്കെ തീയതികളിൽ നിങ്ങൾ പോകണം എന്നുള്ളത് മനസ്സിലാക്കുന്നതിനും കിറ്റിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഈ എപ്പിസോഡ്. ഇത് 23-ാം തീയതി ചൊവ്വാഴ്ച, ഈ വരുന്ന ചൊവ്വാഴ്ച മുതൽ വിതരണം തുടങ്ങും. വിതരണം 23-ഉം 24-ഉം മഞ്ഞ കാർഡുകാർക്കാണ്. അന്ത്യോദയ കാർഡുകാരെന്ന് പറയും, AAY, അന്ത്യോദയ അന്ന യോജന കാർഡുകാർ. അവരാണ് മുൻഗണനാ കാർഡുകാർ എന്ന് നമ്മൾ പറയുന്നത്. മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന കാർഡുകാർ പ്രധാനമായും, മറ്റുള്ളവരും ഉണ്ട്, പ്രധാനപ്പെട്ടത് അവരാണ്. അവർക്കാണ് 23, 24 തീയതികളിൽ വരുന്ന ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അവർ റേഷൻ കടയിൽ പോയി ഈ സാധനങ്ങൾ വാങ്ങണം. 25, 26, 27 തീയതികളിൽ പിങ്ക് കാർഡ് ഉള്ളവരാണ്. അവരാണ് ആ ദിവസം പോയി ഈ റേഷൻ കിറ്റ് വാങ്ങാനുള്ളത്. 29, 30, 31 തീയതികളിൽ നീല കാർഡ്, NPS നീല കാർഡ് ഉള്ളവരാണ് വാങ്ങാനുള്ളത്.
1, 2, 3 അതായത് സെപ്റ്റംബർ 1, 2, 3 തീയതികളിലാണ് വെള്ള കാർഡ്. മുൻഗണനാ വിഭാഗത്തിൽ പെടാത്ത ആളുകളുടെ കയ്യിലുള്ള കാർഡാണ് വെള്ള കാർഡ്. അവരെല്ലാം APL വിഭാഗത്തിൽ വരുന്നവരാണ്. ബാക്കിയുള്ളവരൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ BPL വിഭാഗമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ തീയതികളിലൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വച്ചിട്ട് തീർച്ചയായും അത് ആ തീയതികളിൽ തന്നെ പോയി വാങ്ങണം. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ തീയതികളിൽ വാങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ 4, 5, 6, 7 തീയതികളിൽ ഈ നിറമൊന്നും നോക്കണ്ട, കാർഡ് നിറമൊന്നും നോക്കണ്ട, ഏത് കാർഡുകാർക്കും 4, 5, 6, 7 തീയതികളിൽ നിങ്ങൾക്ക് പോയി വാങ്ങാം എന്നുള്ളതാണ് ഓർക്കാനുള്ളത്. 7-ാം തീയതിയാണ് അവസാന തീയതി. ഈ 4-ാം തീയതി എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസമാണ്. പക്ഷേ അന്നും റേഷൻ കടകൾ പ്രവർത്തിക്കും. ഓണക്കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി റേഷൻ കടകൾ പ്രവർത്തിക്കും 4-ാം തീയതി. ഇതിനിടയ്ക്ക് പോകാൻ കഴിയാത്തവരെല്ലാം തന്നെ 4-ാം തീയതി ഞായറാഴ്ച നിങ്ങൾക്ക് ഒഴിവ് ദിവസമാണ്, പോകാം. അന്ന് പോയി നിങ്ങൾ വാങ്ങുക. അതിന് യാതൊരു കാർഡുകൾ തരംതിരിവില്ല. 4-ാം തീയതി, 5-ാം തീയതി, 6-ാം തീയതി, 7-ാം തീയതി. 7-ാം തീയതിയാണ് അവസാന തീയതി എന്ന് ഓർക്കുക. ഇതിൽ ഒരു പ്രധാന കാര്യം നിങ്ങൾ ഓർക്കണം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുടനീളം ഒരു സംവിധാനമുണ്ട്. നമുക്ക് റേഷൻ കാർഡിനൊരു പോർട്ടബിലിറ്റി ഉണ്ട്. നമുക്ക് തൊട്ടടുത്ത റേഷൻ കടയിൽ നിന്ന് നമുക്ക് സാധനം വാങ്ങാം. നമ്മുടെ റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദൂരെ എവിടെയെങ്കിലും ഒരു സ്ഥലത്താണെങ്കിലും തൊട്ടടുത്ത സ്ഥലത്ത് പോയി റേഷൻ കാർഡ് ഇങ്ങനെ പോർട്ടബിളാക്കി നമുക്ക് അവിടെ നിന്നും നമ്മുടെ സാധനങ്ങൾ റേഷൻ വിഹിതം വാങ്ങാമായിരുന്നു. പക്ഷേ ഓണക്കിറ്റ് അത് അനുവദിക്കുന്നില്ല. എവിടെയാണോ ഏത് കടയിലാണോ നമ്മൾ റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കടയിൽ നിന്ന് മാത്രമേ ഓണക്കിറ്റ് കിട്ടുകയുള്ളൂ എന്ന് ഓർമ്മിച്ചിരിക്കണം. അത് പലർക്കും തെറ്റിപ്പോകാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ 119 ആദിവാസി കോളനികളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് കൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ക്ഷേമ സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകരിച്ചതായ ക്ഷേമ സ്ഥാപനങ്ങൾ, ഈ NGOs ഒക്കെ നടത്തുന്ന പല സ്ഥാപനങ്ങളും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ആ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥർ എത്തി കൊടുക്കും. പക്ഷേ അവിടെ ഉള്ള 4 പേർക്ക് ഒരു കിറ്റായിരിക്കും കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ കിറ്റ് കൊടുക്കില്ല. 4 അന്തേവാസികൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കിറ്റായിരിക്കും കൊടുക്കുക. ഇതാണ് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ആ തീയതികൾ. ഇനി നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് അത് നിങ്ങൾ ഇതിനിടയ്ക്ക് തന്നെ അറിഞ്ഞിട്ടുണ്ടാവാം. എന്നാലും ഞാൻ 14 ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കശുവണ്ടി പരിപ്പ് 50 ഗ്രാം, മിൽമ നെയ്യ് 50 ഗ്രാം, മഞ്ഞൾ പൊടി 100 ഗ്രാം, ഏലക്ക 20 ഗ്രാം, ശബരി മുളക് പൊടി 100 ഗ്രാം, ശബരി മഞ്ഞൾപ്പൊടി 100 ഗ്രാം, ശബരി വെളിച്ചെണ്ണ 500 മില്ലി ലിറ്റർ, ശബരി തേയില 100 ഗ്രാം, ശർക്കര വരട്ടി. ഈ ശർക്കര വരട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശർക്കര വരട്ടി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് പേർക്ക് മിക്കവാറും ചിപ്സേ കിട്ടാൻ സാധ്യതയുള്ളൂ. ഈ ഏത്തക്കായുടെ ചിപ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് 100 ഗ്രാമേ കിട്ടുകയുള്ളൂ. ഉണക്കൽ അരി എന്ന് പറയുന്നത് 500 ഗ്രാം കിട്ടും. ഉണക്കലരി ചില സ്ഥലങ്ങളിൽ ചമ്പാവരി എന്ന് പറയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 1/2 കിലോ കിട്ടും. പഞ്ചസാര 1 കിലോ കിട്ടും. ചെറുപയർ 500 ഗ്രാം കിട്ടും. തുവരപ്പരിപ്പ് 250 ഗ്രാം കിട്ടും. പൊടി ഉപ്പ് 1 കിലോ കിട്ടും. ഇത്രയുമാണ് കിറ്റിനകത്ത് നൽകുന്ന സാധനങ്ങൾ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം ഉണ്ടാകുമോ, 14 ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് എടുക്കുകയോ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുകയോ ചെയ്യുക. ഇതിനകത്ത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചില പരിഗണനകൾ കൂടി സർക്കാർ റേഷൻ കടകൾ വഴി നൽകുന്നുണ്ട്. അതിലൊന്ന്, മുൻഗണന ഇതര വിഭാഗത്തിന് ഉടമകൾക്ക് 10 കിലോ അരി സൗജന്യമായി കൊടുക്കുന്നുണ്ട്. സൗജന്യം എന്ന് പറഞ്ഞാൽ 10 രൂപ 90 പൈസ വിലയ്ക്ക്. അത് സൗജന്യ വിലയാണത്. പുറമേ മാർക്കറ്റിൽ ഇതിനേക്കാളും വിലയുണ്ട്. സൗജന്യ വിലയ്ക്ക് 10 കിലോ അരി കിട്ടും. അത് മുൻഗണനേതര വിഭാഗമാണ്. അതായത് APL കാർഡ് ഉള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് അത് കിട്ടും. എല്ലാ മഞ്ഞ കാർഡുകാർക്കും 1 കിലോ പഞ്ചസാര 21 രൂപ നിരക്കിലും കിട്ടും. എല്ലാ മഞ്ഞക്കാർഡ് ഉടമകൾ ഓർക്കുക, അവർക്കാണ് ഇത് കിട്ടുക എന്ന് മറന്നുപോയത്. അതായത് അന്ത്യോദയ അന്ന യോജന AAY സ്കീമിൽപ്പെട്ടവർക്കാണ് പഞ്ചസാര 21 രൂപ നിരക്കിൽ പ്രത്യേകിച്ച് ലഭിക്കുന്നത്. ഇനി ഇതുകൂടാതെ പ്രത്യേകിച്ചുള്ള ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇപ്രാവശ്യം മുതൽ ഓണത്തിനും അതേപോലെ ഈ പെരുന്നാളിനും റംസാൻ, ക്രിസ്തുമസ് തുടങ്ങിയ സമയങ്ങളിൽ ഒരു സ്പെഷ്യൽ കിറ്റ് കൂടി സർക്കാർ സപ്ലൈ കൺസ്യൂമർ മാർക്കറ്റ് വഴി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. കൺസ്യൂമറിൻ്റെ സൂപ്പർ മാർക്കറ്റുകൾ വഴി കൊടുക്കുന്നുണ്ട്. അത് റേഷൻ കടകൾ വഴി അല്ല എന്നറിയുക. സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകൾ വഴിയാണ് ഈ 1000 രൂപയുടെ കിറ്റ് ലഭിക്കുക. ആ കിറ്റിൽ ഒരു നിശ്ചിത
അളവിലുള്ള സാധനങ്ങൾ ആ കിറ്റിലുണ്ടാകും. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ചില സാധനങ്ങൾ കൂടി നമുക്ക് ആ കിറ്റിൽ ഉൾപ്പെടുത്താം. അവിടെ പോകുമ്പോൾ ആ കിറ്റിൽ ഉൾപ്പെടുത്താം. റേഷൻ കാർഡ് കൊണ്ടുപോകാൻ മറക്കാതിരിക്കണം എന്നുള്ളത്. ഈ വേണമെങ്കിൽ ഇപ്പോൾ ഉള്ള സർക്കാർ നിർദ്ദേശം അനുസരിച്ച് റെസിഡൻഷ്യൽ അസോസിയേഷന് വേണമെങ്കിൽ ആ ഭാഗത്തുള്ള ആളുകൾ എത്ര പേർക്ക് ഈ 1000 രൂപയുടെ ഈ കിറ്റ് വേണം, ഈ സ്പെഷ്യൽ കിറ്റ് വേണം എന്നുള്ളതിൻ്റെ ഒരു കണക്കെടുത്ത് അറിയിച്ചാൽ അവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്, ഒരു ഡിമാൻഡ് ലിസ്റ്റ് കൊടുത്താൽ എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. മറ്റൊന്നുള്ളത്, ഈ 50 കിറ്റുകൾ പോയി കഴിഞ്ഞാൽ ഒരു നറുക്കെടുപ്പുണ്ടാകും. ആ നറുക്കെടുപ്പിൽ 50-ൽ ഒരാൾക്ക് ഒരു സമ്മാനവും ഉണ്ട്. 50 കിറ്റ് വാങ്ങിയതിൽ ഒരാൾക്ക് ഒരു സമ്മാനം, ഓരോ 50 കിറ്റിനും ഓരോ സമ്മാനം എന്നാണ് അർത്ഥം. അങ്ങനെയും ലഭിക്കാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇപ്പോൾ ചൊവ്വാഴ്ചത്തേക്ക് വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവരം. ഓണത്തിന് വേണ്ടി ഇനി ഇത്തരം വിവരങ്ങൾ ഞാൻ കഴിയുന്നതും രാവിലെ തന്നെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് റേഷൻ വിഹിതം എത്ര കിട്ടും, ക്ഷേമ പെൻഷനുകളിൽ എന്തെങ്കിലും പുതിയ ഉത്തരവ് വന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുക. എന്തെങ്കിലും സാങ്കേതിക തടസ്സമോ അല്ലെങ്കിൽ എനിക്ക് ഔദ്യോഗികമായ എന്തെങ്കിലും തിരക്ക് വന്നാൽ മാത്രമേ അത് ഞാൻ ഒഴിവാക്കുകയുള്ളൂ. എല്ലാത്തിനും നിങ്ങൾക്ക് ഈ ചാനലിനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം, ആശ്രയിക്കാം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്, പത്രം വായിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പത്രം വായിക്കുന്നു, വാർത്ത കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ വാർത്ത കേൾക്കുന്നു. അങ്ങനെ കേൾക്കുന്നതും അറിയുന്നതുമെല്ലാം നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയും ചെയ്യുന്നു ഈ നമ്മുടെ ചാനലായ A+Tubeലൂടെ. തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആ ഷെയറാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റെല്ലാവരും ഇതറിയട്ടെ. ഈ ഡേറ്റുകൾ അറിയാതെ പോയി കഴിഞ്ഞാൽ 7-ാം തീയതി കഴിഞ്ഞാൽ ആർക്കും ഈ കിറ്റ് കിട്ടില്ല. ഇതെല്ലാം അറിയേണ്ട നിങ്ങൾ അറിയേണ്ടതായ മറ്റുള്ളവർക്കും വേണ്ടി കൂടി ഷെയർ ചെയ്യാൻ മടികാട്ടാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ അതാത് ദിവസമുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും. ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇനിയും ഞാൻ ഓണാശംസകൾക്ക്, ഓണം വരുന്നതിന് മുമ്പ് നമ്മൾ എപ്പിസോഡുകൾ ചെയ്യും. എങ്കിലും ഇപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് ഒരു അഡ്വാൻസ് ഓണാശംസകൾ കൂടി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.